ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചോസ് ടാക്കിൾസിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോംബോ സെറ്റ്, ഇത് തമിഴ്നാടാട്ടോ, തമിഴ്നാടിന് അയച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ആക്ച്വലി കസ്റ്റമറിന് ചെറിയ ബഡ്ജറ്റാണ്, ഒരു 2500 ബഡ്ജറ്റിനകത്ത് റോഡും റെയിലും ലൈനും ഫ്രോഗും അങ്ങനെയുള്ള കണക്ടർ എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു കോംബോ സെറ്റായിരുന്നു വേണ്ടത്. നമ്മളതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നമ്മൾ ഈ വീഡിയോ ആക്ച്വലി ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സെറ്റ് കണ്ടോ, ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ റേറ്റിൽ വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ആക്സസറീസ് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. കാരണം നമുക്കിപ്പം ചെറിയ ബഡ്ജറ്റിൽ ഇടിവെട്ട് സാധനമൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല. കാരണം പല ഷോർട്സ് അല്ലെങ്കിൽ പല ഷോപ്പുകാരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചെറിയ റേറ്റ് 1700, 2000 രൂപ, 2500 രൂപയ്ക്കൊക്കെ ഇടിവെട്ട് സാധനമാണ്, നല്ല റീലുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞെടുക്കുന്ന സാധനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയെ കാണത്തുള്ളൂ. കുറഞ്ഞ വിലയ്ക്ക് എടുക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ ക്വാളിറ്റിയെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതും ആ ഒരു കാറ്റഗറി പെടുന്ന സാധനം എന്ന് വെച്ചാൽ ഇത് മീൻ പിടിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല, നമുക്ക് ചെറിയ വരാല് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഫിഷിംഗ് ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഡ്യൂറബിലിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ നല്ലൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഡ്യൂറബിലിറ്റി കുറേ നാളുണ്ടാകും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അതിൻ്റെ ഒരു പകുതി ടൈം ഇനി ലൈഫ് ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം റീസെയിൽ. നമ്മളിപ്പം ഒരു നല്ല ബ്രാൻഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് റീസെയിൽ വാല്യൂ കിട്ടും. നമ്മൾ റീസെയിൽ വലിയൊരു വാല്യൂ അല്ലേ പോലും നമ്മൾ എടുക്കുന്ന പൈസയുടെ പകുതിക്ക് മേളിലെങ്കിലും കിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചൈനീസ് ഐറ്റംസ് ആണ്. നമുക്കപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അത്രയ്ക്കുള്ളൊരു റേറ്റോ കിട്ടാൻ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം നമ്മൾ വാറണ്ടിക്കാണ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത്. കാരണം ഇത് കുറഞ്ഞ സാധനമാണ്. ഇത് ഒടിയും അല്ലെങ്കിൽ ഇതിന് റിപ്പയർ 6 മാസത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന 100-ൽ 200% എനിക്ക് ഉറപ്പുണ്ട്. 100-ൽ 200% ഉറപ്പുണ്ടായിട്ട് പോലും നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ വാറണ്ടി ബ്രാൻഡിങ് കണ്ടോ, വാറണ്ടി സ്റ്റിക്കർ അടിച്ചിട്ടാണ് ടോപ്പിനും ബോട്ടത്തിനും വാറണ്ടി സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അതേപോലെ മിഷനിൽ തന്നെ ഇവിടെ വാറണ്ടി സ്റ്റിക്കർ അടിച്ചിട്ട് നമ്മൾ വാറണ്ടി കാർഡ് ഇട്ടായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. കാര്യം അതൊന്നും ഒരിക്കലും ഒരു ഷോപ്പുകാർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ നമ്മുടെ ഷോപ്പിൽ സർവീസ് ചെയ്യുന്നത് കൊണ്ടും എനിക്കിത് റിപ്പയർ ചെയ്യാനുള്ള നോളജ് ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പം ഇത് വേറെ ഒരു ഞാൻ ഷോപ്പുകാരെ ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ലെ അവരുടെ ബിസിനസ് പിടിക്കാനൊന്നുമല്ല ഇന്ന്. അവരവരുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അതാത് ഷോപ്പിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ വാറണ്ടിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരും. പിന്നെ നമ്മൾ ഒരിക്കലും ഈ കുറഞ്ഞ തീരെ ചവറ് സാധനം നല്ല റേറ്റ് അല്ലെങ്കിൽ നല്ല അടിപൊളി സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല. കുറഞ്ഞ സാധനം കുറഞ്ഞതാണെന്ന് പറഞ്ഞേ വെക്കത്തുള്ളൂ. ഇതിപ്പം കസ്റ്റമറിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വരാലിപിടുത്തം അത്യാവശ്യം ഒരു 1 kg 2 kg വരെയൊക്കെയുള്ള മീൻ പിടിക്കാനൊക്കെ ഇത് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ നല്ല സാധനം എടുത്താൽ ഡ്യൂറബിലിറ്റി ഉണ്ടാകും. കാര്യങ്ങളെല്ലാം പുള്ളിയോട് പറഞ്ഞു. ഇപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, ബ്രോ അവിടെ ചെറിയ വരാലുകൾ മാത്രമുള്ളൊരു ചെറിയ തോടാണ്, അപ്പോൾ അവർക്ക് അതിനുള്ള ഇത് മതിയെന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് അതിനു വേണ്ടി മാത്രമുള്ള സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയും. അത് എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞ് വേണ്ട സാധനം മാത്രമേ എടുപ്പിക്കത്തുള്ളൂ എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും നമ്മളിപ്പോൾ ഈ 10 കിലോ 8 കിലോ ഒന്നും കപ്പാസിറ്റി ഒന്നും പറയത്തില്ല. അത്യാവശ്യം മീൻ പിടിക്കാം, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറഞ്ഞ സാധനമാണെങ്കിൽ പോലും ലോ ക്വാളിറ്റി ഐറ്റം പോലും നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 6 മാസം സർവീസ് വാറണ്ടിക്കായിരിക്കും നമ്മൾ തരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം. അല്ലാണ്ട് മറ്റുള്ള ഒരു ഷോപ്പുകാരെയും താഴ്ത്തി കിട്ടുമല്ല. ഓരോരുത്തരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. അതേപോലുള്ള ഒരു പുതിയ സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണേലും നമുക്ക് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ തരാനുണ്ട്. ഇതേപോലെ ബൈക്കാസ്റ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങുകളുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ യൂട്യൂബും ഫേസ്ബുക്കിലൊരു പേജുണ്ട്. ഇത് മൂന്നും ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തിട്ടൊന്നും ഇരിക്കുക. എല്ലായിടത്തും നമ്മുടെ എല്ലാ ഓഫറുകളും ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, ചൂടെടുത്ത് പഴുത്തിരിക്കുക. അതുകൊണ്ട് വീഡിയോ നമ്മൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.